കോൺഗ്രസ് നേതാവ് ശ്രീമതി ദീപ അനിലുണ്ട്. ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ദീപ, ഇവിടെ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. മുകേഷ് MLA ആയി തുടരണോ വേണ്ടയോ എന്ന്. നിങ്ങൾ പക്ഷേ അതിൽ അത്ര വലിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ CPI ആണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അതിന്റെ ഒരു ധാർമ്മിക പ്രശ്നം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരിന്റെയും പ്രധാനപ്പെട്ട പാർട്ടിയുടെയും പിന്തുണയോടുകൂടി മുകേഷ് ഇങ്ങനെ ഈ ഒരു നിയമ നടപടി നേരിടാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എത്രമാത്രം ഇടപെടാൻ കഴിയും, എത്ര പോലീസിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതൊക്കെ ഒരു ചോദ്യ വിഷയങ്ങളാണല്ലോ. പക്ഷേ ഇപ്പോൾ എന്തായാലും പാർട്ടി കൈവിട്ടിട്ടില്ല. കോൺഗ്രസും ഇതിലൊരു ബാക്ക് ഫുട്ടിലാണല്ലോ. കാരണം ന്യായമെന്ന് പറയുന്നത്, ഇപ്പോൾ LDF പറയുന്ന ന്യായമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ MLA മാരും ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സമാന കേസുകളിൽ പെട്ടിട്ടുള്ളതാണ്, അന്ന് രാജിവെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആ പ്രീ ഇൻസിഡൻസ് ആണ് പറയുന്നത്. ദീപ, കോൺഗ്രസ് ഇതിനെതിരെ അല്ലെങ്കിൽ മുകേഷിന്റെ രാജിയെക്കുറിച്ച് ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുകേഷിന്റെ വീട്ടില്, ശ്രീ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വസതിയില് വലിയ തരത്തിലുള്ള ഒരു സമരം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ മുകേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് മുകേഷ് രാജിവെക്കണം എന്ന് CPI ആണ് കൂടുതൽ ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോ അവരുടെ സംഘടനാ സംവിധാനത്തിനകത്തുള്ള ആ ഒരു പാർട്ടി തന്നെ ആവശ്യം ഉന്നയിക്കുമ്പോൾ എത്രത്തോളം ഗൗരവതരമുള്ളതാണ് മുകേഷിന്റെ രാജി എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം സംഘടനയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണല്ലോ, സംഘടനാ സംവിധാനത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു CPI പോലുള്ള ഒരു സംഘടന അത് ആവശ്യപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും കൂടെയുള്ള ഒരു സഖ്യത്തിൽ കൂടെയുള്ള സംഘടന ആവശ്യപ്പെട്ടിട്ട് പോലും ഇത്തരം ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്ത ഒരാളിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും പൊതുജനങ്ങൾക്ക് നൽകുന്നത്? അപ്പൊ അവരുടെ പോലും വാക്കിന് വില കൽപ്പിക്കാതെ എന്നാണല്ലോ പറയപ്പെടുന്നത്. ഇപ്പോ ഇരകളായിട്ടുള്ള സ്ത്രീകൾ പറയുന്നു. പിന്നെ ശ്രീ മുകേഷിനെ കുറിച്ചിട്ട് ഇത് ആദ്യത്തെ സംഭവം മാത്രമല്ലല്ലോ. മീറ്റു വിവാദത്തിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സരിത എന്ന് പറയുന്ന അവരെന്തൊക്കെ അലിഗേഷൻസ് ആണ് ഇദ്ദേഹത്തിനെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇദ്ദേഹത്തിന് സീറ്റ് നൽകുകയും മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ ശ്രീ മുകേഷ് ഉൾപ്പെട്ട ഒരു 10 അംഗ സംഘത്തിനെയാണ് നയരൂപീകരണ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് പഠിച്ച് അതിന് സിനിമയ്ക്ക് അകത്ത് നയം രൂപീകരിക്കാനുള്ള ഒരു സംഘത്തെ നിയോഗിച്ചതിൽ ശ്രീ മുകേഷുമുണ്ട്. അപ്പൊ ഈ കുറ്റം ചെയ്തവരെ തന്നെ താക്കോലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ കള്ളനെ താക്കോലേൽപ്പിക്കുന്ന പരിപാടിയല്ലേ ഗവൺമെന്റ് അവിടെ കാണിച്ചത്. അപ്പൊ ഗവൺമെന്റ് ഇതിനകത്തുള്ള കുറ്റം എന്തിനാണ് കാണിക്കുന്നത്? ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ, കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നു സഹിതം. രാഹുലെ തർക്കം വേണ്ട. രാഹുൽ, ഇക്കാര്യത്തിൽ ഈ മുകേഷ് എന്ന് പറഞ്ഞയാൾ ഇരിക്കുന്നത് ഒരു വലിയ പദവിയിലാണ്. സർക്കാരിന്റെ പിന്തുണ അവിടെയുണ്ട്. CPM തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേ സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഇറക്കി വിടണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അദ്ദേഹം കുറ്റാരോപിതൻ തന്നെയാണ്. താങ്കൾ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു, രാഹുൽ പറയുന്നുണ്ടായിരുന്നു പരാതിയില്ലല്ലോ എന്ന്. ഇപ്പോൾ പരാതിയും വന്നു, FIR-ഉം വന്നു. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അന്വേഷണം നേരിടുന്നതെങ്കിൽ മുകേഷിന് ഈസി ആയിട്ട് ഈ അന്വേഷണം അട്ടിമറിക്കാൻ പറ്റും. ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ലേ രാഹുൽ? മറുപടി എന്തൊരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറും കയ്യടിക്ക് വേണ്ടി, ചീപ്പ് കയ്യടിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ പലരും ഗാലറിക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ എത്ര വൃത്തികെട്ട രീതിയിലുള്ള വ്യാജ പരാതിയാണ് വന്നത്. അദ്ദേഹത്തെയും കുടുംബത്തെ എത്ര കാലം വേട്ടയാടി. ഇതേപോലെ പരാതി കൊടുത്തല്ലേ? അത് ശരിയായിരുന്നു. ഇനി മാഡം മറുപടി ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് കേൾക്കാമോ? ദയവായി കേൾക്കൂ. ഉമ്മൻചാണ്ടി സാർ രാജിവെച്ചോ? ഉമ്മൻചാണ്ടി സാർ MLA സ്ഥാനം രാജിവെച്ചോ? രാജിവെക്കരുത്. ഉമ്മൻചാണ്ടി മേലത്തട്ട് വരേണ്ട അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും. ഇത് അങ്ങനത്തെ ഒരു പറ്റം ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ അന്വേഷിച്ചിട്ടാണ് ജനങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത്.
നിങ്ങൾ ഈ ഉമ്മൻചാണ്ടി Correct ആണ്. അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണം. മുകേഷിനെ കുറിച്ചിട്ട് അങ്ങനെ തന്നെ വേണം. പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മാഡം ഒന്ന് മറുപടി കേൾക്കാമോ? മാഡം പറഞ്ഞോളൂ, മറുപടി ഒന്ന് കേൾക്കാമോ? രാഹുൽ മറുപടി ഒന്ന് കേൾക്കാമോ? ദയവായി മറുപടി ഒന്ന് കേൾക്കൂ. ഞാൻ ദയവായി മറുപടി ഒന്ന് കേൾക്കൂ. ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം വന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ ആരോപണത്തിൽ കോടതി പറഞ്ഞെന്താ അറിയാമോ? ഇതൊക്കെ സിനിമാ കഥ പോലെ അവിശ്വസനീയമായ കഥകൾ നിങ്ങൾ ഇവിടെ മാഡം പറയട്ടെ. മാഡം എനിക്ക് മറുപടി പറയാനും മാഡത്തെക്കാട്ടി ഒച്ചത്ത് സംസാരിക്കാനും അറിയില്ല തോന്നുന്നുണ്ടോ? മറുപടി പറയട്ടെ മാഡം, മറുപടി പറയട്ടെ. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞെന്താ അറിയാമോ? ഇതൊക്കെ വെറും അപസർപ്പക കഥകളെ പോലെ നിങ്ങളൊന്ന് പറയുന്നതാണ്, ഇതൊന്നും വിശ്വാസയോഗ്യത അല്ല. മറ്റൊരു പ്രൊഡ്യൂസറിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞെന്താ അറിയാമോ? നാട്ടുകാരെയും മീഡിയയും കാണിക്കാനല്ലേ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പോലീസിനോട് കോടതി പറയുകയുണ്ടായി. ആരുടെ കയ്യടിക്ക് വേണ്ടിയാണ്? ചീപ്പ് കയ്യടിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിലപാടെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ നമ്മളിൽ ആർക്കെതിരെ വേണമെങ്കിലും ഈ വ്യാജ പരാതി വന്നൂടെ? ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്നു, എൽദോസിനെതിരെ വന്നു, ഒരു സിനിമാ പ്രൊഡ്യൂസർക്കെതിരെ വന്നു, ഒരു സിനിമാ ഡയറക്ടർക്കെതിരെ വന്നു. നാളെ ആർക്കെതിരെ പറഞ്ഞോട്ടെ. ഇക്കാര്യത്തിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് താങ്കൾ കുറച്ച് നാളുകളായിട്ട് സംസാരിക്കുകയാണ്. രാഹുൽ അല്ല, ഒരു കൂട്ടം സ്ത്രീകൾ, അത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ, അവർക്ക് ഒരിടത്തും പോയി പരാതി പറയാൻ രക്ഷയില്ലാത്തത് കൊണ്ട് അവർ ഹേമ കമ്മിറ്റി മുൻപാകെ വന്നു. ഹേമ കമ്മിറ്റി മുൻപാകെ വന്ന ആ പരാതികൾ അടങ്ങിയ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുന്നു, സമ്മർദ്ദത്തെ തുടർന്ന് പുറത്തുവിടുന്നു. അത് തന്നെ ഭാഗികമായിട്ട് പുറത്തുവിടുന്നു. അത് മാത്രമല്ല, അപ്പോൾ ഈ സ്ത്രീകൾക്ക് തോന്നുകയാണ്, ഈ നടിമാർക്ക് തോന്നുകയാണ്, ഞങ്ങൾക്കിനി എവിടെ നീതി കിട്ടാനെന്ന്. അപ്പോൾ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കാര്യം പറഞ്ഞു. അന്ന് ഈ നടന്മാർ പറഞ്ഞത് എന്താണ്? നടന്മാർ പറഞ്ഞത് എന്താണ്? ഇത് വെറും ആരോപണം മാത്രമാണ്, വെളിപ്പെടുത്തലുകൾ മാത്രമാണ്, ഗാലറിക്ക് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണെന്ന്. പക്ഷെ പിന്നീട് ഇവര് സംഭവിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തുകൊണ്ട് പറയരുത്. അതുമായിട്ട് ഒരു താരതമ്യവും ഇവിടെ ഇല്ല. മറുപടി കേൾക്കൂ, ദയവായി മറുപടി, ഓരോരോ പോയിന്റിനും മറുപടി. ശ്രീ സിദ്ദിഖിന്റെ കേസിൽ എന്ത് ആനത്തെളിവ് ഉണ്ടായിന്നാ പറയുന്നത്? ശ്രീ സിദ്ദിഖ് ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന തെളിവല്ലോ ഉണ്ടോ? ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ഒരു സിനിമയുടെ പ്രീമിയറിന് വേണ്ടി എവിടെങ്കിലും ഒരു സ്ഥലത്ത് മസ്കറ്റ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി റേപ്പിസ്റ്റ് ആവൂ? യഥാർത്ഥത്തിൽ വ്യാജ ആരോപണങ്ങൾ, അർത്ഥസത്യങ്ങളോടുകൂടി ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പറയുന്ന കുട്ടി ചൈനയിലെ നഗ്ന വീഡിയോ എടുത്തതിന് ചൈനയിലെ യൂണിവേഴ്സിറ്റി പുറത്താക്കിയതാണ്. അതിന്റെ രേഖകൾ അടക്കമുണ്ട്. അത് ആരോപണമല്ല, രേഖകൾ അടക്കമുണ്ട്. 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. വേറൊരാൾ വന്ന് 7 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആർക്കെതിരെ വന്നില്ലേ? കോൺഗ്രസിലെ എത്ര പേർക്കെതിരെ സരിത ആരോപണം ഉന്നയിച്ചു? അതെല്ലാം സത്യമായിരുന്നു. യഥാർത്ഥത്തിൽ നട്ടല്ലും നന്മയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്, ശ്രീ സുരേഷ് ഗോപിയെ പോലെ മുകേഷിനെ ചേർത്ത് പിടിക്കലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല മുകേഷ്. പക്ഷേ മുകേഷിനെ ആരോപണം മാത്രമാണെന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കാരണമാണ്. കോടതി പറയട്ടെ. എന്നിട്ട് മുകേഷ് മാറിയാ മതി എന്ന് പറയുന്നത് BJP അല്ല, സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മയാണ്. ആ നന്മ ഈ നാട്ടിലില്ല. ഇന്ന് ശരിക്കും കേരളത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു ഉമ്മൻചാണ്ടി സാറിനെയാണ്. എനിക്ക് ഉറപ്പുണ്ട്, ചാണ്ടി സാർ ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു, എന്നെ വേട്ടയാടിയതുപോലെ ആരെയും വേട്ടയാടരുത്. ഞാനിത് അനുഭവിച്ചതാണ്. ചാണ്ടി സാറിന്റെ മകനായ ചാണ്ടി ഉമ്മൻ അത് പറയുകയും ചെയ്തു. ദീപയുടെ സമയമാണ് താങ്കൾ പിന്നെ അത് എടുത്തത്. അത് മാത്രമല്ല, താങ്കൾ ഉമ്മൻചാണ്ടിയെ ഒരു പരിചയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദീപ, മറുപടി. ഉമ്മൻചാണ്ടി സാറിനെയോ സോളാർ കേസിനെയോ ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് വെറുതെ എന്താണ്, മറ്റുള്ളവരുടെ വായ അടപ്പിക്കാനും, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ, പൊതുജനങ്ങൾക്കൊക്കെ കൃത്യമായും വ്യക്തമാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇത് ഉമ്മൻചാണ്ടി ആരാണെന്നും ഇവരാരാണെന്നും ഒക്കെ ഉള്ളത്. പിന്നെ സുരേഷ് ഗോപി പരിധി തീർത്തു എന്ന് പറഞ്ഞല്ലോ. ഒരു രാഷ്ട്രീയക്കാരനപ്പുറം സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്, ഇവരുടെ സഹപ്രവർത്തകനാണ്. അപ്പൊ കൂടെയുള്ള സഹപ്രവർത്തകരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത്. BJP എന്ന പാർട്ടിയുടെ നിലപാടാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്ന് പറയാമോ? അതിന് ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, BJPയുടെ സ്റ്റാൻഡ് ഇതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സുരേഷ് ഗോപി സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞെന്ന് വെച്ചിട്ട് അതൊന്നും ഇവിടുത്തെ പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് രാഹുൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വ്യക്തിയെ കുറിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രഞ്ജിത്തും സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്തും രാജിവെച്ച എന്തിനാണ്? എന്തുകൊണ്ട് രാജിവെച്ചു? രാജിവെച്ചോണ്ട് കുറ്റക്കാരനായോ? രാജിവെച്ചില്ലെങ്കിൽ പറയും നിങ്ങൾ കടിച്ചു തൂങ്ങുന്നു, രാജിവെച്ചാൽ പറയും കള്ളനാണെന്ന്. എന്തൊരു കഷ്ടമാണിത്. മുകേഷിനെ കുറിച്ചിട്ടുള്ളത് ഞങ്ങളൊന്നും അല്ല സരിതയുടെ ഇന്റർവ്യൂ എടുത്തത്. ഈ മന്ത്രിസഭയിലെ മന്ത്രിയായ വീണ ജോർജ് ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് സരിത പറഞ്ഞത്. അതുകൊണ്ട്
മാഡം, അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് മുകേഷ് പീഡകനാവൂ. അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് വേറെ ആരാണ് മുകേഷ് പീഡിപ്പിക്കൂ? പറഞ്ഞത് അന്ന് വീണ ജോർജ് എടുത്ത ഇന്റർവ്യൂ അതുകൊണ്ട് എന്താ മാഡം? അതുകൊണ്ട് എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവും, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് മുകേഷ് വേറൊരാളെ പീഡിപ്പിച്ചോ? രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ പ്രശ്നം. അതുകൊണ്ട് എന്താ? ഇപ്പൊ വന്നിട്ട് അതുകൊണ്ട് എന്താ മാഡം പറയുന്നു? അപ്പൊ താങ്കൾ പറയുന്നത് എത്രയോ പേര് വേറെ വേറെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത്രയധികം ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഇദ്ദേഹം അന്വേഷണത്തെ നേരിടട്ടെ, തെളിയിക്കട്ടെ. അത്രയും അല്ലല്ലോ രാഹുൽ, അല്ലല്ലോ ന്യായമായ കാര്യമാണ് രാഹുൽ, ന്യായമായ കാര്യമാണ്. അന്വേഷണം നേരിടട്ടെ, തെളിയിക്കട്ടെ, അതാണ് മുകേഷിന്റെ ബാധ്യത. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അത് സാങ്കേതികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ്. അവിടെ പിന്നെ ബൈ ഇലക്ഷൻ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ധാർമ്മികത നോക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് TB മിനി കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് TB മിനി, പതിവ് പോലെ രാഹുൽ ഈ ന്യായീകരണങ്ങളുമായി വന്നിട്ടുണ്ട്. മുകേഷിനെയും സിദ്ദിഖിനെയും ഇടവേള ബാബുവിനെയും മണിയമ്പിള്ള രാജുവിനെയും ജയസൂരിയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ടുള്ള അല്ലല്ല രാഹുലിന്റെ സംസാരം അദ്ദേഹത്തിന്റെ പതിവ് കാര്യമാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തട്ടെ, അതുവരെ വെറുതെ വിടുക എന്ന്. ശ്രീ TB